2 വർഷത്തിന് മുൻപ് എനിക്ക് ഹൃദയസംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ വാൽവ് 1997 എൻ്റെ ഒരു വാൽവ് മാറ്റിവെച്ചതായിരുന്നു, ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കൊരു യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഞാൻ നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്തിരുന്നു. ഞാൻ ചെയ്തിരുന്ന ജോലികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണ്. മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തടിയൊക്കെ കാവുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് താഴ്ന്നു പോവുകയും ഞാനൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്നെ അവിടുത്തെ ഡോക്ടർമാരെ ICUയിലോട്ട് റെഫറി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആകപ്പാടെ തകർന്നു പോയി. കാരണം നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്ത, അതിന് മുമ്പിലത്തെ ആഴ്ചയിൽ പോലും നല്ല ഹെവി ആയിട്ടുള്ള ജോലി ചെയ്ത ഞാൻ പെട്ടെന്ന് എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഈശോയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, ഈശോയെ 10 വയസ്സ് മുതൽ ഞാൻ രോഗിയായിരുന്നു. എന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് ഞാൻ വന്നു. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അപ്പൻ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്കൊന്നൊരു ഒരുപാട് അവരുടെ കൂടെ ജീവിക്കണം. അങ്ങനെ ഈശോയുടെ ഇടപെടൽ മാത്രമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് എന്നെ ഈശോ അവിടുന്ന് രക്ഷിച്ചു. കാരണം ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാതിരിക്കത്തില്ല. കാരണം അത്രയ്ക്കും വലുതാണ് പരിശുദ്ധ അമ്മ. ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണ്, ഗ്യാരൻറ്റി. കാരണം അത്രയ്ക്കും ശക്തമായ ഒരു പ്രാർത്ഥനയുള്ള വീടാണ് എൻ്റേത്. അങ്ങനെ ഇവിടെ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന ഡോക്ടർ എൻ്റെ പറഞ്ഞ്, ഇയാളെ എന്തിനാണ് ഇവിടെ കിടത്തിരിക്കുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ അതിൻ്റെ അത്ഭുതം തന്നെയാണത്. കാരണം എന്നെ അവിടുന്ന് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് നേരെ വാർഡിൽ കൊണ്ടുപോയി. അപ്പം സാമ്പത്തികം വളരെ ഞെരുക്കമുള്ള ആളാണ് ഞാൻ. കാരണം ഒരു വലിയൊരു പ്രോജക്റ്റ് എടുത്ത് 30-35 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എടുത്ത് ഒരു തടി മില്ലുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഉണ്ടായത്. നിരവധി പേരുടെ പൈസ മേടിച്ചും ലോൺ എടുത്തുമൊക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗം വരുന്നത്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ അവസ്ഥയെ വെറും 3 ദിവസം കൊണ്ട് തന്നെ ദൈവം ഈ പരിശുദ്ധ അമ്മയുടെ ഈ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്നും അമ്മയുടെ ഇടപെടലിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കാരണം പെട്ടെന്ന് ഞാൻ റിക്കവർ ആയില്ലെങ്കിൽ എൻ്റെ ലോണുകളെല്ലാം മുടങ്ങും. എനിക്ക് ജോലി സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം താളം തെറ്റും. പക്ഷേ അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മ രക്ഷിച്ചു.